മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ദേശസ്നേഹത്തിൻ്റെയും ദേശപ്രേമത്തിൻ്റെയും 60-ഓളം വർഷം ഭാരതം ഭരിച്ച ഭരണപക്വതയുടെയും എല്ലാം മൂർത്തിമത് ഭാവമാണ് ഭാരതത്തിലെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ എന്നവർ അവകാശപ്പെടാറുണ്ട്. നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഇനി വരാൻ പോകുന്ന അടുത്ത തലമുറയുടെയും വാക്കുകളും പ്രവൃത്തികളും അതെത്ര ചീഞ്ഞ് നാറിയതാണെങ്കിലും എത്ര വികൃതമാണെങ്കിലും അതിനെ ന്യായീകരിക്കാൻ സുപ്രീം കോടതിയിലെ സുപ്രീം ജഡ്ജി ആയിരിക്കുന്നവരും ആകാൻ പോകുന്നവരും ഉൾപ്പെടെയുള്ളവർ, അഡ്വക്കേറ്റുമാർ പോലെ ഉയർന്ന നിലവാരത്തിലുള്ളവരൊക്കെ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചോദിക്കാതെ അവശേഷിച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും കാലം കേരളം ഭരിച്ചത് മാറി മാറി ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. ഈ കേരളത്തിൽ അസാധാരണമാം വിധത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ മാത്രം ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് IS ഇത്രയും വളർന്നതും അവര് ക്യാമ്പുകൾ നടത്തുന്നതും അവരുടെ തീവ്രവാദം പ്രചരിപ്പിക്കുന്നതും അവരുടേതായിട്ടുള്ള ഹീനകൃത്യങ്ങൾക്ക് കേരളത്തിലെ മണ്ണ് ഉപയോഗിക്കുന്നതും എല്ലാം ഇവിടെ ചെയ്യുന്നത് ഇവിടുത്തെ പോലീസുകാർക്ക് ആർക്കും അറിഞ്ഞുകൂടായിരുന്നോ? ഇവിടുത്തെ IG-ക്കും ഇവിടുത്തെ ഇന്റലിജൻസ് ബ്യൂറോയ്ക്കും ഈ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും കീഴിലുള്ള നിയമപാലകർക്കാർക്കും ഇതൊക്കെ ഇവിടെ നടക്കുന്നത് അറിഞ്ഞുകൂടായിരുന്നോ? അല്ല, അവരറിഞ്ഞിട്ട് അതെല്ലാം ഭരണാധികാരികൾ എന്ന രാഷ്ട്രീയക്കാര് അവരെ അറിയിക്കുമ്പോൾ വോട്ട് ബാങ്ക് നഷ്ടപ്പെടാതിരിക്കാൻ നാടിനെ എത്ര തൊലച്ചാലും വിരോധമില്ല, ഞങ്ങളുടെ കസേരയും ഞങ്ങളുടെ ഭരണവും ഉറപ്പാക്കാൻ വേണ്ടി UDF ഭരിച്ചിരുന്ന കാലത്ത് 2 ആഭ്യന്തരമന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന വ്യക്തി, 2 രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന വ്യക്തി. അവർ രണ്ടുപേരും ഈ കൊച്ചു കേരളത്തിൻ്റെ മണ്ണില് ഇത്രയുമെല്ലാം തീവ്രവാദം വളർത്തുന്ന സംഘടനകൾ മലമുകളിലും സമുദ്രതീരങ്ങളിലും കാടുകളിലും ദേശങ്ങളിലും പല പേരുകളിലും പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുമ്പോഴും ഈ പോലീസുകാരെ ഉറങ്ങാൻ അനുവദിക്കുകയാണോ ചെയ്തത്? അല്ല, ഉറങ്ങാതെ ഉണർന്നിരുന്ന പോലീസുകാർ തന്നിരിക്കുന്ന റിപ്പോർട്ട് ഉറങ്ങുന്ന ഭാവത്തിലിരുന്ന് പൂഴ്ത്തിവെക്കുകയാണോ ചെയ്തത് എന്ന് ഈ രമേശ് ചെന്നിത്തല എന്ന വലിയ 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 കോൺഗ്രസ് നേതാവ് ഉത്തരം പറയണം. അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറയണം. ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ 3.5 വർഷമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് ഇരുന്ന ഉമ്മൻചാണ്ടി, 5 വർഷമായിട്ട് മുഖ്യമന്ത്രിയായിട്ടിരുന്ന ഉമ്മൻചാണ്ടിയും 3.5 വർഷമായിട്ട് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയും തങ്ങള് രാജാവിനെ പോലെ നടക്കുന്ന കാഴ്ച രമേശ് ചെന്നിത്തല നടക്കുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മുഖത്തോ വാക്കിലോ അത്ര ധാർഷ്ട്യമില്ല. എന്നാലും ഈ കേരളം മുഴുവനും എൻ്റെ കൈക്കുള്ളിലാണെന്നും പറഞ്ഞ് തനി കള്ളന്മാരെ പോലെ മുമ്പിലും പുറകിലും പോലീസുകാരെ വെച്ചുകൊണ്ട് കേരളം മുഴുവനും പര്യടനം നടത്തുന്ന വേളയിൽ ഈ കേരളത്തിനകത്ത് ഈ തീവ്രവാദികൾ അവരുടെ സ്വൈരവിഹാരം നടത്തുന്നു എന്നറിയാനും അതിനെ നിയന്ത്രിക്കാനും അത് നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനും ഒന്നും നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടിയിരുന്നില്ലേ? ഇപ്പോൾ കോർപ്പറേറ്റ് മാനേജിന് വേണ്ടിയിട്ട് കുറേ പാവങ്ങളെ പോലീസിൻ്റെ തല്ലുകൊള്ളിക്കാൻ വേണ്ടി മാത്രം വിടുന്നതിന് മുമ്പ് ഈ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേന്ദ്രം ഭരിക്കുന്നവരെ അവഹേളിക്കാനും എതിർക്കാനും പുച്ഛിക്കാനും നിരാകരിക്കാനും നിഷേധിക്കാനും എല്ലാം ഇറങ്ങി പുറപ്പെടുമ്പോൾ ഭരണം കയ്യിലിരുന്ന കൊച്ചു കേരളത്തിൽ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത് എന്നുകൂടി ഒന്ന് പറയണം. മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കാനും മുസ്ലിങ്ങളെ ഒരു തരത്തിലും നിയന്ത്രിക്കാത്ത വിധത്തിൽ വിടാനും അവർക്ക് ഇഷ്ടം മാതിരി സ്കൂളുകളും കോളേജുകളും കൊടുക്കാനും അവരുടെ സ്കൂളുകളൊക്കെ ഈഡഡാക്കാനും അവിടുത്തെ പെൺകുട്ടികൾക്ക് പൂത്ത പൈസയുള്ള കുടുംബത്തിലെ ആണെങ്കിലും പുസ്തകങ്ങളും കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും കൊടുക്കാനും അടുത്ത വർഷവും അവരുടെ വോട്ടും അവരുടെ MLAയും ഉറപ്പുള്ളത് കൊണ്ട് അവർക്കെല്ലാം ചെയ്തപ്പോൾ അവരിലെ ഒരു വിഭാഗമാണ് തീവ്രവാദികളായി മാറിയതെന്നും
ആ തീവ്രവാദികൾ ഈ രാഷ്ട്രത്തെ ഉന്മൂലനാശം ചെയ്യുമെന്നും ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളൊക്കെ ആ കസേരയിൽ കയറിയിരുന്നത് ഈ നാടിൻ്റെ ഒരു ശാപമാണ്. രമേശ് ചെന്നിത്തല സാറേ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറേ, നിങ്ങളുടെ പാർട്ടിയുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നിങ്ങളുടെ പേരിൻ്റെയും പ്രസിദ്ധിയുടെയും പുറകെയുള്ള പോക്ക് ഒരു രാഷ്ട്രത്തെ എത്ര സാമ്പത്തിക ഭാരത്തിലേക്ക്, എത്ര നശീകരണത്തിലേക്കാണ് പറഞ്ഞയച്ചിരിക്കുന്നത് എന്നുകൂടി അറിയാൻ സാധിക്കണം. LDFും അതിനേക്കാൾ ഒട്ടും പുറകിലല്ല. അതിലെ ആഭ്യന്തരമന്ത്രി ഇപ്പൊ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊന്നും അറിയുന്നില്ല. ഒരു പക്ഷേ മുകളിലിരിക്കുന്നവർ കുറച്ച് മസിൽ പവറും ശക്തിയും തണ്ടുമുള്ളവരായതുകൊണ്ട് കേരളത്തിനകത്ത് നടക്കുന്ന തിന്മകള് കേരളത്തിലെ മന്ത്രിസഭയുടെ പെർമിഷൻ പോലും ഇല്ലാതെ നേരെ കയറി അങ്ങ് അടിച്ച് കലക്കുന്നത് കൊണ്ടാണ് 10, 20, 30 എണ്ണത്തിനെ അറസ്റ്റ് ചെയ്യാനും മുഖം മൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനും അതിനെ തടയാൻ വരുന്നവരെ അടിച്ചൊതുക്കാനും എല്ലാമായിട്ട് മുമ്പോട്ട് പോകുന്നത്. രാഷ്ട്രമാണ് മുമ്പിൽ നിർത്തേണ്ടത് എന്ന് കേരള മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയായ ഒരേ മുഖ്യമന്ത്രിയോടും പറയുന്നു. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ വീക്ഷണമോ പ്രവർത്തകരെയും വോട്ട് ബാങ്കിനെയും ഉണ്ടാക്കാനുള്ള ആ ആവശ്യത്തിൽ കൂടുതലുള്ള അഭിവാഞ്ഛയോടുകൂടിയുള്ള പ്രയാണം നിർത്തുക. ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടിയിട്ട് കൂടി നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.